കണ്ണൂരിലെയും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെയും ഒട്ടേറെ വാഹന മോഷണ കേസിലെ പ്രതിയും പിടികിട്ടാപ്പുള്ളിയുമായ ബൽദേവ് സിംഗ് 22 വർഷങ്ങൾക്ക് ശേഷം പിടിയിൽ. കണ്ണൂർ ക്രൈംബ്രാഞ്ച് SP ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പ്രതിയെ UP-യിൽ നിന്ന് പിടികൂടിയത്. 2004 അറസ്റ്റിലായ ഇയാൾ ജാമ്യത്തിലിറങ്ങി മുങ്ങുകയായിരുന്നു. 22 വർഷത്തിന് ശേഷം UP-യിൽ പിടിക്കാൻ പോയ പോലീസ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. മോഷണമൊക്കെ നിർത്തി സ്ഥലത്തെ പ്രധാന മാന്യനായ സജീവ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകനായി അങ്ങ് ജീവിച്ചു വരുന്നതിനിടെയാണ് പഴയ കള്ളനെ പോലീസ് തൂക്കിയത്. ബൽദേവ് സിംഗ് ഹരിയാന സ്വദേശി. 2004 കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ മാത്രം 10-ലധികം വാഹന മോഷണ കേസുകളിൽ പ്രതി. UP, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് വാഹനങ്ങൾ മോഷ്ടിച്ച് കേരളത്തിൽ വിൽപ്പന നടത്തിയ കേസിലും പ്രതിയാണ് ഇയാൾ. 22 വർഷങ്ങൾക്ക് മുൻപ് പോലീസ് അറസ്റ്റ് ചെയ്ത ബൽദേവ് സിംഗ് ജയിലിൽ കിടന്നത് 3 മാസം മാത്രം. പിന്നെ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ കള്ളനെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. 9 തവണ കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതി ഇയാൾക്ക് വാറണ്ട് നൽകി. ഒടുവിൽ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. പലതവണ ബൽദേവ് സിംഗിനെ തെരഞ്ഞ കേരള പോലീസ് ഇതര സംസ്ഥാനങ്ങളിൽ തെരച്ചിൽ നടത്തി. പക്ഷേ വിദഗ്ധമായി മുങ്ങി നടന്ന ബൽദേവിന് ഇക്കുറി പിഴച്ചു. UP-യിലെ അലിഗഡ് ജില്ലയിലെ ടപ്പൽ എന്ന സ്ഥലത്ത് വെച്ച് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം ഇയാളെ പിടികൂടുകയായിരുന്നു. 80 കിലോമീറ്റർ വരെ ഇയാളെ പിന്തുടർന്ന് സാഹസികമായാണ് പ്രതിയെ വലയിലാക്കിയത്. അലിഗഡിൽ ഒരു പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് അറസ്റ്റ്. പ്രതിയെ ഉടൻ കണ്ണൂരിലെത്തിക്കും. ക്രൈംബ്രാഞ്ച് കണ്ണൂർ SP ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ UP-യിൽ നിന്ന് പിടികൂടിയത്. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.